ആലുവായുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നമ്മുടെ സമരാഗ്നി കടന്നു വന്നിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള കെപിസിസിയുടെ ഐതിഹാസികമായ ഒരു പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായ സർക്കാരുകൾ ജനവിരുദ്ധമായ നടപടികൾ കൈക്കൊള്ളുമ്പോൾ അതിനെതിരെ ഉയർന്നുവരുന്ന ജനരോഷമാണ് സമരാഗ്നിയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളം ദേശീയ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ബാധ്യതയാണ് ഇന്ന് കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ഇവിടെ നിറവേറ്റുന്നത്. ആലുവായുടെ മണ്ണ് നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചരിത്രത്തിൽ ആദ്യമായി മതസൌഹാർദ്ദ സമ്മേളനം നടത്തിയത്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് മതസൌഹാർദ്ദത്തിന്റെ കാഹളം ഗുരുദേവൻ മുഴക്കിയത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് താൻ ഈ മതസൌഹാർദ്ദ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ള ഒന്നാണ്. ആ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ മതസൌഹാർദ്ദത്തിന് വേണ്ടി ആലുവ പുഴയുടെ തീരത്ത് ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടിയെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇന്നിവിടെ ആരാധനാലയങ്ങളുടെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. സൌഹാർദ്ദമല്ല ഇന്ന് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രാധാന്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ അധികാരത്തിലുള്ളത്. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനും മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ സാധ്യമല്ല. ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ കാണുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. 10 വർഷക്കാലമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ഈ ഭരണം ജനനന്മയല്ല ലക്ഷ്യം വെച്ചത്, വർഗീയത ആളിക്കത്തിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞു, 1 വർഷം ഞാൻ 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കും. ആർക്കെങ്കിലും ജോലി കിട്ടിയോ? കർഷകരുടെ വരുമാനം ഞാൻ 2 ഇരട്ടി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നടപ്പാക്കിയോ? അദ്ദേഹം പറഞ്ഞു, 35 രൂപയ്ക്ക് പെട്രോളും ഡീസലും 1 ലിറ്ററിന് ഞാൻ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. നടപ്പായോ? ഇന്ത്യ ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ 162ാമത്തെ രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ നേട്ടങ്ങളെപ്പറ്റി പറയാനില്ല. 10 വർഷക്കാലം രാജ്യത്ത് ചെയ്ത ഒരു കാര്യത്തെപ്പറ്റിയും പറയാനില്ല, നേട്ടങ്ങളെപ്പറ്റി പറയാനില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, ആ പദ്ധതി പോലും തുരങ്കം വെക്കാനാണ് നരേന്ദ്രമോദി ഭരണം ഇവിടെ നടപടികൾ സ്വീകരിച്ചത്.